ഇതാണ് നമ്മുടെ ശർക്കരച്ചോറ്. ഞങ്ങളെ നാട്ടിലിതിന് ചക്കരച്ചോറ് എന്നും പറയും. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ശർക്കരച്ചോറ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഇവിടെ നല്ല കുറുവാരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ശർക്കര ഉണ്ട്, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 4 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ നന്നായി ചതച്ച് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി. അപ്പോൾ നമ്മൾ ഇത് അരി കഴുകി ഒരു പാത്രത്തിൽ ഇതാ ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ആ അളവിനാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. ഇനി നമുക്കൊരു കുക്കറിലോട്ട് അതേ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ 2 പാത്രം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി അതിലോട്ട് നമ്മളൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഒരു നുള്ളുപ്പ് മതി. അത് നമ്മുടെ ശർക്കരച്ചോറിൻ്റെ മധുരം ഒന്ന് മേലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് എടുത്തു വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതാ ഇവിടെ ഒരു 4 ആണി ശർക്കരയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും ചെറിയുള്ളിയും ജീരകവും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ വെള്ളം വീണ്ടും നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ആ തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ അരിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ അരിയൊന്നും അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതായത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. അപ്പോൾ നന്നായി ഇളക്കി ഉപ്പും മധുരവും ഒക്കെ റെഡിയായി വരണമെങ്കിൽ ഇനി അതൊന്ന് വെന്ത് വരണം. അപ്പോൾ ഞാനിതാ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു അരി വേവുന്ന ടൈം വിസിലടിക്കണം. അപ്പോൾ 3-4 വിസിലടിച്ച ശേഷം ഇതാ നമ്മുടെ ശർക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് നന്നായി ഇത് ചൂടോടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി അതൊന്ന് തണുക്കുമ്പോൾ നന്നായി നല്ല സൂപ്പർ ശർക്കരച്ചോറായി വരും. അപ്പോൾ ഇത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയതാണ്. അടിപൊളി ശർക്കരച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടിപൊളി ടേസ്റ്റി ശർക്കരച്ചോറ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം വീണ്ടും കാണാം. ബായ്.